ഏത് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് മാലകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ നൂലും പിന്നെ കുറച്ച് പേള്, അത് വൈറ്റ് കളറായാലും ഏത് കളറായാലും കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്തുള്ള മുത്തുകളും ഇതുപോലത്തെ നൂലും ഉപയോഗിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനുണ്ട്, പെട്ടെന്ന് നമുക്ക് അക്സസറീസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള എന്നാൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള കുറച്ച് മാലകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് 5 മിനിറ്റ് സമയം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് ഇതുപോലെ കുറച്ച് നൂലുണ്ടായിരിക്കണം. പിന്നെ പേള്, അത് നമുക്ക് ഉപയോഗിക്കുന്ന നൂലിൻ്റെ അനുസരിച്ച് പേളിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. മൾട്ടി കളർ വേണമെങ്കിൽ നമുക്ക് പല കളറുള്ള മുത്തിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പർപ്പിൾ കളറ് നൂലെടുത്തിട്ട് ഇതിനകത്തേക്ക് മുത്ത് കോർക്കുവാണ് ആദ്യം ചെയ്തത്. ഈ പേളെല്ലാം നമുക്ക് ഇതിലേക്ക് കോർക്കണം. അപ്പോൾ ഇതുപോലൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സൂചി നൂലും കോർക്കാൻ, കുഞ്ഞ് സൂചി പോലും നമുക്ക് നൂല് കോർക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് എത്ര മുത്താണോ വേണ്ടത് അതനുസരിച്ച്, നമുക്ക് എന്തോരം ലെങ്ത് വേണം അതനുസരിച്ച് വേണം നമ്മൾ മുത്തും എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 22 പേളാണ് എടുക്കുന്നത്. കാരണം ഒത്തിരി ലെങ്തി അല്ല, ഇച്ചിരി ഷോർട്ടായിട്ടുള്ളൊരു മാലയാണിത്. ഇനി നമുക്ക് ഇതിന് ഹുക്ക് പിടിപ്പിക്കണം. ഹുക്ക് ആദ്യം തന്നെ നമ്മൾ പിടിപ്പിച്ച് പോയാലേ നല്ല ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഹുക്ക് മേടിക്കാൻ കിട്ടും. ഈ ഹുക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ ഡ്രസ്സിനൊക്കെ വെക്കുന്ന ഹുക്കില്ലേ അത് വെച്ച് കൊടുത്താലും മതിയാവും. ആ രീതിയിലുള്ള ഹുക്കായാലും വെച്ചിട്ട് നമുക്ക് മാല ഉണ്ടാക്കാൻ പറ്റും. ഇതുകൊണ്ട് ഈ ഹുക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം. ഇത് ആദ്യം ചുമ്മാതെ എടുത്ത് ആ ഹോളിൽ കൂടി എടുത്ത് വെറുതെ ഒരു കെട്ടിടുക, നല്ല ടൈറ്റായിട്ടൊരു കെട്ടിടുക. അതിന് ശേഷം നമ്മൾ ക്രോഷ്യ നീഡിൽ അതിൻ്റെ ഹോളിലൂടെ കടത്തി ഒന്ന് വലിച്ച് മുറുക്കി ഒരു നോട്ടിടുക. ഇപ്പം ക്രോഷ്യ അറിയാൻ പാടില്ലാത്തവർക്ക് സിമ്പിൾ ചെയിൻ ഇടാൻ പഠിച്ചാലും മതി. വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ചെയ്യുന്നില്ല, ക്രോഷ്യ നീഡിൽ വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കൈ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഒരു 10 തൊട്ട് 15 വരെ സിമ്പിൾ ചെയിനാണ് തയ്ച്ചത്. കാരണം നമ്മുടെ ബാക്ക് സൈഡിലോട്ട് പോകുന്നിടത്ത് മുത്ത് പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ ഈ ചെയിൻ എടുത്ത ശേഷം ഓരോ പേള് കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ ആ സെയിം ചെയിൻ എങ്ങനെ എടുത്തോ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് മുത്തും പിടിപ്പിച്ചു. അതിന് ശേഷം ഒരു 5 സിമ്പിൾ ചെയിൻ ഇട്ടു. നമ്മൾ ചെയിൻ ഇടുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ടൈറ്റായിട്ട് ഇടരുത്. ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാല ഇടുമ്പോഴത്തേനും വലിഞ്ഞിരിക്കും, അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ലെങ്തും കിട്ടത്തില്ല. ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം മുത്തും പിടിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ലെങ്ത് നോക്കിയിട്ട് ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് മുത്ത് വേണമെങ്കിൽ അതനുസരിച്ച് മുത്ത് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരു 3 ചെയിൻ ഇട്ട ശേഷം മുത്ത് പിടിപ്പിക്കുക. ആ രീതിയിൽ മുത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി അടുത്തടുത്തുള്ള ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. ഇവിടെ ഞാനിപ്പം എല്ലാ മുത്തും പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മറ്റേ അറ്റത്ത് ഹുക്ക് പിടിപ്പിക്കണം. അത് നമ്മൾ ആദ്യം പിടിപ്പിച്ച പോലെ തന്നെ ഇത് ക്രോഷ്യ നീഡിൽ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ആ ഹോളിൽ കൂടെ കടത്തി 1 2 സിമ്പിൾ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല ടൈറ്റായിട്ടിരിക്കും. അതിന് ശേഷം നമ്മൾ ആ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ടുള്ള ഭാഗം നൂല് നീണ്ടു കിടക്കാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡിയായി കഴിയും. കണ്ടോ, ഇതുപോലെ നല്ല ടൈറ്റായിട്ടിരിക്കും. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ബ്രേസ്ലെറ്റും മോതിരവും ഈവൻ ഹെയർ ബാൻഡ് പോലും നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല മാച്ചിങ് ആയിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നൊരു പാറ്റേൺ ആണ്. ഇവിടെ ഇപ്പം 2 ഹൂക്കും പിടിപ്പിച്ച് ഈ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല കളറിൽ ഞാനിവിടെ മാല ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ഇച്ചിരി മുത്ത് അടുപ്പിച്ച് പിടിപ്പിച്ചാണ് ഒരു 3 ചെയിൻ വെച്ചിട്ട് 5 ചെയിൻ്റെ സ്ഥാനത്ത് 3 ചെയിൻ വെച്ചിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതാണ് അത് അടുത്തെടുത്തിരിക്കുന്നത്. ഇത് വേറൊരു കളറാണ് മുത്ത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നൂലിൻ്റെ കളറും ഒപ്പം മുത്തിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഏത് കളറും നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കൊക്കെ ഇടാനായിട്ട് തലയിൽ ഹെയർ ബാൻഡ് പോലെ വെക്കാനും ഒക്കെ നല്ലതാണ്. ഇത് കണ്ടോ, ആ രീതിയിൽ ചെയ്തെടുത്തൊരു മോതിരാണിത്. ഇതുപോലെ തന്നെ ബ്രേസ്ലെറ്റും ഉണ്ട്. എല്ലാം നമ്മൾ ഇതുപോലെ ഹുക്ക് പിടിപ്പിച്ചാൽ മതി. നമുക്കിതുപോലെ തന്നെ ഈ മാലകൾ തന്നെ എടുത്തിട്ട് ഹെയർ ബാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിള്ളേരുടെ തലയിൽ വെച്ച ശേഷം 2 സൈഡിലും ഓരോ ക്ലിപ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം.
അത് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാലയുടെ സെയിം ത്രെഡ് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഹെയർ ബാൻഡും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന എങ്ങനെ ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മാല തന്നെയല്ല ഡ്രസ്സിനൊക്കെ ബെൽറ്റ് പോലെയൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാനും നല്ലതാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.